ഹലോ, ഞാനെവിടെ അറിയോ? ഞാനിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ ഉള്ളത്. എവിടെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി, കോഴിക്കോട്. നാളെ റണ്ണുണ്ട്, അപ്പോൾ നമ്മൾ റണ്ണിന് പോകാൻ വന്നതാണ്. ഇവിടെ ആൾക്കാരെ കണ്ട നമ്മൾ ബിബ് കളക്ട് ചെയ്യാൻ വന്നതാണ്. VHSS ബാലുശ്ശേരി ആട്ടോ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. നാളെ റണ്ണുണ്ട്, നമ്മൾ അതിന് വന്നേക്കുവാണേ. വയലട. ഞാൻ 30 കിലോമീറ്റർ ആട്ടോ ഓടുന്നത്. എൻ്റെ മോൻ 60 കിലോമീറ്റർ. നാളെയാണ് ഡേറ്റ്. ഇവരൊക്കെ നമ്മുടെ ടീമാട്ടോ, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. എല്ലാവരും റൈസ് കിറ്റ് കളക്ട് ചെയ്യാൻ വന്ന കേട്ടോ. ബിബ്, ടീഷർട്ട് കിട്ടും, പിന്നെ ഇതിനകത്ത് 1-2 സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാതെ. ബിസ്ക്കറ്റ്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. MP വീരേന്ദ്രകുമാർ MP പ്രാദേശിക ഫണ്ട്. വീരേന്ദ്രകുമാറിൻ്റെ പ്രാദേശിക ഫണ്ട് കൊണ്ടാട്ടോ സ്കൂൾ. ചെറിയ സ്കൂളാട്ടോ, 3 നില കാണുന്നുണ്ട്. വലിയ പുരോഗമനമൊന്നുമില്ല, ചെറിയ. നമ്മൾ രാവിലെ 6 മണിക്ക് കയറി 10 മണിക്ക് എത്തണം. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് പ്രൈവറ്റ് ബസ്സിൽ ബാലുശ്ശേരി വന്നിറങ്ങി. എന്നിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് ഓട്ടോ പിടിച്ച് വന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ റിസോർട്ടിൽ സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അവർ വണ്ടി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. നാളെ 6 മണിക്കാണ് റൺ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ 30 കിലോമീറ്ററാണ് ചെയ്യുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, പ്രാക്ടീസൊന്നുമില്ല, കുറേ ആയി ഓടിയിട്ട്. നോക്കാം എന്തായാലും. ഇപ്പം അധികം ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടാവില്ല, അറിയില്ല. റിസോർട്ടിൽ വല്ലതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നാളെ രാവിലെ റണ്ണിന് കാണാം. ഇപ്പോൾ റണ്ണിൻ്റെ റൂട്ടൊക്കെ കാണാം. എന്താ പരിപാടി? ഓ, ഇതൊക്കെ എന്തോ ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടല്ലോ. ടൈറ്റൻ്റെ സ്മാർട്ട് വാച്ച് സെയിലിനാണ്. ഇതേതാണ്? ഈ വാച്ച്? ഇത് സെലസ്റ്റർ, ടൈറ്റൻ്റെ സെലസ്റ്റർ. അത് സെലസ്റ്റർ. പിന്നെ അമേസ്വിറ്റ് വരുന്നത്. അമേസ്വിറ്റ് ടൈറ്റൻ്റെ ആണോ? അല്ലോ, ടൈറ്റൻ്റെ കോംബോ സ്റ്റോർ ആണ്. അതിൻ്റെ അല്ല, ഇത് മാസ്ട്രോ ടൈറ്റൻ്റെ. ഇതൊക്കെ സ്മാർട്ട് വാച്ചുകളാട്ടോ. എത്രയാണ് റേറ്റ് ഒക്കെ? ഇത് ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ 5,000 റേറ്റ് ആവശ്യമുണ്ട്. ഇത് വരുമ്പോൾ 6,000 റേഞ്ച് ആണ്. ടൈറ്റൻ്റെ ഉള്ളതാണ് 10,000 റേഞ്ച്. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കൊറോസ്. ഇത് അധികമായിട്ടില്ല, 1 ഇയർ തന്നെ ആയിട്ട്. ഇങ്ങനെ യൂസ് ചെയ്തൊക്കെ അല്ലേ? ആ, നല്ല. നമ്മുടെ സ്ഥലം എവിടെയാണ്? എറണാകുളം പലരുവട്ടം. നമ്മുടെ നല്ല ചേട്ടനാട്ടോ, അടിപൊളി റണ്ണറാണ്, ഞങ്ങളുടെ ടീമിൻ്റെ അഭിമാനമാണ്. ഇവരെല്ലാവരും നമ്മുടെ ടീമിലുള്ളവരാട്ടോ. ഇവിടെയാണ് റൈസ് കിറ്റ് കളക്ഷൻ. കണ്ടോ, നമ്മൾ എല്ലാം എഴുതി ഒപ്പിട്ടൊക്കെ കൊടുക്കണം. മറ്റേ ഡിക്ലറേഷൻ, നമ്മൾ അസുഖമൊന്നുമില്ല, നമുക്ക് പങ്കെടുക്കാൻ കുഴപ്പമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. പാതിയാവും മാഷെ, ഓടി പാതിയാവും. നമ്മൾ റൈസ് കിറ്റൊക്കെ വാങ്ങി സ്കൂളിൽ നിന്ന് ഇറങ്ങിട്ടോ. നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ റിസോർട്ടാണ്. ചെന്നേമ്പോ അറിയുള്ളൂ എന്ത് റിസോർട്ടാണ്. നമ്മുടെ എല്ലാവരും ഇതിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. ആരെങ്കിലും കാണാവോ? ഇരുട്ടാ. ലാ കസാബ റിസോർട്ട്, ബാലുശ്ശേരി, വയലട. അതിന്റെ ലിങ്ക് താഴെ
ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്നതായിരിക്കും. അത് പക്ഷേ നോക്കി നല്ല റിസോർട്ടാണോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ, അല്ലാണ്ട് ലിങ്ക് ഇട്ട ആൾക്കാർ ഇടിക്കണ്ടേ. പുതപ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് റിസോർട്ടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് ബാലുശ്ശേരി ആ ഈ പാടം. അയ്യോ കഴിഞ്ഞു പോയി. താങ്ക്സ്. അതാണ് കണ്ട, അതാണ് അവരെ ബുദ്ധി ചുമ്മാ അങ്ങനെ നമ്മള് ടീച്ചറാക്കിയതല്ലേ. നമ്മള് കുറച്ചകത്തേക്ക് വന്നിട്ടാ വന്നൊരു ഓഫ് റോഡ് പോലെ ഒരു സ്ഥലം കയറിയിട്ടുണ്ട്. ഓഫ് റോഡൊന്നുമല്ല, പക്ഷെ ചെളിയൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മുടെ ജീപ്പാണ്, അതേ ടാറ്റയൊക്കെ തന്നെ. നമ്മളവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും നോക്കാം. കയറ്റമായിരുന്നു ചെറിയ. അതിന് ഭദ്രകാളി ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അവിടെ വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയില്ല അമ്പലം. അതങ്ങ് അകത്തേക്ക്. മഴക്കാറുണ്ട്. ചെറിയ കാടൊക്കെ ആയിട്ടുണ്ട്. നല്ലതാണ്. ചെമ്പരത്തി ഉണ്ട് കേട്ടോ, ചായ വെക്കാം. ഇഷ്ടം പോലെയൊക്കെയാണ് ചെമ്പരത്തി. ഇതാണോ ട്രെയിന്? അങ്കനവാടി. ഞാൻ മുകളിലോട്ട് വഴിയുണ്ട്, അതായിരിക്കും ട്രെയിന്. അടിപൊളി വഴിയാ കണ്ടിട്ട്. ഒരു കാടിന്റെ വൈബായിട്ടുണ്ടല്ലേ, ചെറിയ അല്ലേ തണുപ്പും ഒരു കേറ്റം. അതെ, അരമണിക്കൂർ. പിന്നെ കഴിക്കാൻ സമയം വേണ്ടേ? അതെ, ജോൺസൺ നമ്മള് റോഡിന്ന് ഡൈവർഷൻ എടുത്തിട്ടാ വേറെ വഴി. അല്ല ഈ നമുക്ക് ഈ ഡ്രൈവ് ചെയ്ത ചേട്ടൻ അറിയാമല്ലോ, പേര് പറഞ്ഞ ലാ കസാഡ. ഇതാണ് റിസോർട്ട്. നമ്മള് റിസോർട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. താഴെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, കുളിക്കാൻ പോയി. അരുവി. ഇതാണ് നമ്മളെ റിസോർട്ട്. നമ്മളെ റിസോർട്ടിന്റെ വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം, മുള. ഇതൊക്കെ ആയിട്ട് ഈ താഴത്തൊക്കെ ഐ മീൻ നമുക്കൊരു കേട്ടൊക്കെ ഇതിന്റെ സൈഡൊക്കെ ഈ പാറ ഇതൊക്കെ പോലത്തെ പറ്റിയാണോ നമ്മൾ റൂമിലെത്തിട്ടോ. നമ്മൾ റൂമിലെത്തിയതേ. വിൻഡോയുടെ വ്യൂ നോക്കി, നല്ല കാട്. ഇതാണ് കേട്ടോ റൂം. കൊള്ളാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ടോയ്ലറ്റ്, നല്ല ടോയ്ലറ്റാ, ക്ലീൻ. ബെഡ്ഷീറ്റ് കൊണ്ടാനൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ ഇപ്പോൾ ടവല്, ഒരു ടവലും ഉള്ളു ബെഡ്ഷീറ്റ്. നമ്മളത് തോർത്തെല്ലാം കൊണ്ടുവന്നു. മുകളിൽ ഡോർമെട്രിയാ, ബോയ്സ് ഒക്കെ അവിടെയാ. താഴെ 2 റൂമുണ്ട്, പിന്നെ കോമൺ ആയിട്ടൊരു ഡൈനിങ് ഉണ്ട്. കോമൺ ആയിട്ടൊരു ഡൈനിങ് റൂമുണ്ട്. ഈ റൂം 2 പേര്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടോ.
ഞങ്ങൾ ഇവിടെ ഇറങ്ങിയോ? എന്തായി തീരുമാനമായോ? അപ്പൊ അടുത്ത ജീപ്പ് വരുമോ? ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് ഇരിക്കാൻ തോന്നും എല്ലാവർക്കും. വൈകുന്നേരമൊക്കെ അവിടെ ഇരുന്ന് കസേര മേശൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ അടിപൊളി വ്യൂ. നമ്മുടെ റൂം മാറിട്ടോ, നമ്മള് ബാൽക്കണിയിലാണേ. റൂം കാണിച്ചരാ. നല്ല ഡിമ്മ ലൈറ്റൊക്കെ ആയിട്ട് ഉണ്ട് നമ്മുടെ റൂം. ഈ പനമ്പ് പോലെ എന്തോ സാധന വെച്ചാണ്ട. സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക്. ഇതാണിപ്പ നമ്മുടെ റൂം. ഇത് ബെഡ് കണ്ട. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് കണ്ടോ? നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയ മുകളിലോട്ട് പോയത്. ഇവിടെ ചെറിയൊരു ഡൈനിങ് റൂം ഉണ്ട്, ഡൈനിങ് ടേബിൾ. 2 പേർക്ക് ഇവിടെ താഴെ ബെഡുണ്ട്, 2 പേർക്ക് ഇവിടെ താഴെ കിടക്കാം. TV ഉണ്ട്. യെസ്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ഇതാണ് കേട്ടോ. ചെറിയ ടോയ്ലറ്റാ, മറ്റേ വലിയ ടോയ്ലറ്റ് ആയിരുന്നു. അവിടുത്തെ ടോയ്ലറ്റ് വലുതായിരുന്നു. ഇത് ഒന്ന് അപ്പോൾ നമ്മൾ പുതിയ കോട്ടേജിലേക്ക് വന്നിട്ടോ. അവിടെ ബോയ്സിന് കൊടുത്തു, അവർക്ക് ഡോർമെട്രി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവർക്ക് സ്ഥലമില്ല. ഇതാണ് നമ്മുടെ കോട്ടേജ് പുതിയ. അടിപൊളിയല്ലേ? അവിടെ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കോട്ടേജ് ഉണ്ട്. അവിടെയാണ് മോൻ നിൽക്കണം. ഇവിടെ പോയിക്കേ, വെള്ളം ഒഴുകുന്നുണ്ട്. അതാണ് നമ്മുടെ കോട്ടേജ്. ബോയ്സിന് ഡോർമെട്രിയാ പറഞ്ഞ പൊക്കത്ത്. അപ്പോൾ അവർക്ക് കുറേ പേരുണ്ട്, സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് മാറി അവർക്ക് റൂം കൊടുത്തു. ആദ്യം കാണിച്ച റൂം നമ്മുടെ കോട്ടേജ്. കാടിൻ്റെ വൈബാട്ടോ. സ്വിമ്മിങ് പൂളില്. വാ, ഞാൻ താഴേക്ക് ഇറങ്ങിയാട്ടോ. ഇനിയിപ്പോൾ വെളിച്ചം പോയി കഴിഞ്ഞാൽ എനിക്ക് മഴക്കാറ് പോലെ ഉണ്ട്. അപ്പം നമുക്ക് എടുത്തൊന്നും കാണത്തില്ല. ദേ ഇവിടെ താഴെ വെള്ളച്ചാട്ടം. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാന്ന് തോന്നുന്നു. അതവിടെ ഊഞ്ഞാലുണ്ട്. അവിടെ മറ്റേ സ്ലൈഡ് ചെയ്യണ സംഭവമൊക്കെ ഉണ്ട്. ഓ, ഇത് കുട്ടികൾക്ക് ഇരിക്കാനാന്ന് കേട്ടോ, നമുക്കിരിക്കാൻ സ്ഥലമില്ല. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ദേ ഇവിടെ വെള്ളച്ചാട്ടം. ഞാൻ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഇവിടെ പാറയാണ്. അയ്യോ,
മഴ മഴ. വെള്ളച്ചാട്ടം. റിസോർട്ട് കൊള്ളാട്ടോ. ഒരു പൊക്കത്താണ്. ഇത് അവരുടെ കോട്ടേജ്. വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നാട്ടോ. നാരങ്ങാമരം. നമ്മൾ ടീ ടൈം. തിരിച്ചു പോകുമ്പോൾ ചെറിയ ബാഗല്ലേ ഉള്ളൂ. ചായ വിത്ത് ചിറ്റാറ്റ് ചായ നടക്കുവാണ്. ചായയും പഴംപൊരിയും കഴിച്ച് താഴെയൊക്കെ വന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അന്ന് കാണാൻ പോണം. ചേട്ടാ നമ്മളെ ജീപ്പ് കയറി വന്ന വഴി. കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളാട്ടോ ഈ താഴേക്ക് പോണ. ഇവിടെ ഫുള്ള് കാട് പോലെ ഉണ്ട്. താഴേക്ക് ഇറങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല. പാറയൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇവര് കമ്പി കെട്ടിയാണ്. ഇതാണ് ഗേറ്റ്.
ബുള്ളറ്റിൻ്റെ സൗണ്ടാണ്. റോഡിലെത്തി. ഇതിലെ ജീപ്പ് കയറി വന്നു. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഗേറ്റ്, റിസോർട്ടിൻ്റെ. ലാ കാസ്കാഡ ഹട്ട്സ് ആൻഡ് കോട്ടേജസ്, മീറ്റിംഗ് ഹാൾ, കിഡ്സ് പ്ലേ ഏരിയ, വാട്ടർഫോൾ. കിഡ്സ് പ്ലേ ഏരിയ ആണോ? ഞാൻ താഴെ കാണിച്ചില്ലേ ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലത്ത്. നല്ല ജമ്പിയാണ് ഒരു സംഭവമൊക്കെ. ലാ കാസ്കാഡ്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. നമ്മൾ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ ഇതാ വാട്ടർഫോള്. Wow. കസേര നോക്കി, മുള വെട്ടി മരം വെട്ടി കസേര പണിതേക്കണം. ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ മുളയുടെ താഴെ കസേര ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ.